കോട്ടയം കാണക്കാരി ജെസ്സി കൊലപാതകത്തിൽ MG യൂണിവേഴ്സിറ്റിയുടെ കുളത്തിൽ ഇപ്പോൾ ഒരു പരിശോധന നടക്കുകയാണ്. ജെസ്സിയുടെ മൊബൈൽ ഫോൺ പ്രതിയായ സാം ഇവിടെ ഉപേക്ഷിച്ചു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. ഷിനോ ജസ്റ്റി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജി, കാണക്കാരിയിലെ കൊലപാതകം, അതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഈ ജെസ്സി കൊലപാതകത്തിൽ MG യൂണിവേഴ്സിറ്റിയിലെ കുളത്തിൽ പരിശോധന നടത്തുന്നത് എന്ത് വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്? രതീഷ്, പ്രധാനമായും ഈ പ്രതിയായിട്ടുള്ള സാം ഈ MG യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയാണ്. ഒരു ട്രാവൽ ആൻഡ് ടൂറിസം എന്ന നിലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അത് 59 വയസ്സ് പ്രായമുണ്ടെങ്കിലും ആ പ്രായത്തിലും ഇവിടെ പഠനം നടത്തുന്നയാളാണ് ഈ സാം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇപ്പോൾ കുറവിലങ്ങാട് പോലീസ് പരിശോധന നടത്തുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതിനു ശേഷം, അതായത് കഴിഞ്ഞ 26-ാം തീയതിയാണ് കൊലപാതകം നടക്കുന്നത്. 26-ാം തീയതി കൊലപാതകം ആദ്യം പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് ബോധം കെടുത്തുന്നു. അതിനുശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ഇടുക്കിയിലെ ചെപ്പുകുളത്തടുത്തുള്ള ഒരു കൊക്കയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി തള്ളുന്നു. അതിനുശേഷം തിരിച്ചെത്തിയതിനു ശേഷം ഇവിടെയുള്ള MG യൂണിവേഴ്സിറ്റിയിലെ ഈ പൊട്ടക്കുളത്തിൽ ഈ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചു എന്നാണ് നിലവിൽ ഇപ്പോൾ പോലീസിന് ഈ പ്രതി നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. അതിനാൽ തന്നെ അതായത് പൊട്ടക്കുളത്തെ ഈ എവിടെയാണോ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് ആ ഭാഗം കേന്ദ്രീകരിച്ച് സ്കൂബ ഡൈവേഴ്സുമാരെ ഉൾപ്പെടെ ഇറക്കിക്കൊണ്ടുള്ള പരിശോധനയാണ് നിലവിൽ ഇപ്പോൾ കുറവിലങ്ങാട് പോലീസ് ചെയ്യുന്നത്. സമീപത്ത് തന്നെയുള്ള പ്രാദേശിക നീന്തൽ വിദഗ്ധരും ഉൾപ്പെടെ ഈ സംഘത്തിലൊപ്പമുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നെ സംബന്ധിച്ച് പോലീസിനെ സംബന്ധിച്ച് ഒക്കെ തന്നെ ഈ അന്വേഷണത്തിലേറെ നിർണായകമാകുന്ന കാര്യമാണ്. എന്തായാലും പരമാവധി ശാസ്ത്രീയമായ രീതിയിലുള്ള തെളിവുകൾ സമാഹരിക്കാൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ പോലീസിന്റെ തീരുമാനമെന്ന് പറയുന്നത്. അതുകൊണ്ട് ചേർത്താണ് ഇപ്പോൾ ഈ MG യൂണിവേഴ്സിറ്റിയിലെ പൊട്ടക്കുളത്തിൽ പരിശോധന പോലീസ് ഇപ്പോൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ മൃതദേഹം മറവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ച കാറും പോലീസ് കണ്ടെത്തിയിരുന്നു. ശാസ്ത്രി റോഡിനുള്ള ഒരു കാനറ ബാങ്കിന് ചേർന്നുള്ള ഒരു ആളൊടുങ്ങിയ സ്ഥലത്താണ് ഇത്തരത്തിൽ ഈ കാറ് ഈ കൊലപാതകത്തിന് ശേഷം പ്രതി ഉപേക്ഷിച്ചിരുന്നത്. അങ്ങനെ പരമാവധി ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തുക, അത് തന്നെയാണ് ഈ കേസന്വേഷണത്തിൽ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ കേസ് കോടതിയിലെത്തുന്ന സമയത്ത് അത് കേസ് നിൽക്കണമെങ്കിൽ, ബലം വേണമെങ്കിൽ പരമാവധി ശാസ്ത്രീയമായ രീതിയിലുള്ള തെളിവുകൾ വേണം. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലീസ് ഈ കുളത്തിൽ ഇറങ്ങിയുള്ള പരിശോധന നടത്തുന്നത്. സ്കൂബ ഡൈവർമാരും സമീപത്ത് തന്നെയുള്ള പ്രാദേശിക നീന്തൽ വിദഗ്ധരും ഉൾപ്പെടെ ചേർന്നാണ് ഈ പൊട്ടക്കുളത്തിൽ ഇപ്പോൾ ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. കോട്ടയം കാണക്കാരി ജെസ്സി കൊലപാതകത്തിലാണ് ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ കുളത്തിൽ മൊബൈൽ ഫോണിന് വേണ്ടിയുള്ള പരിശോധന നടക്കുന്നത്. പ്രതിയായ സാം കുറ്റം സമ്മതിച്ചു. സാം മൊബൈൽ ഫോൺ ഇവിടെ ഉപേക്ഷിച്ചു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധനകൾ. ഷിനോ ജസ്റ്റിയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്.